നമ്മുടെ കൗൺസിൽ മീറ്റിൽ വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഒറ്റവാക്കിൽ എന്നെ സ്നേഹബന്ധം അറിയിക്കുന്നു. ആദ്യമായി എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ സ്വാഗതം ആദ്യമായി. അതേപോലെ തന്നെ നമ്മുടെ ടൂറിസ്റ്റ് റെൻ്റൽ അസോസിയേഷൻ ഫോർ ചാരിറ്റി കെയറിൻ്റെ നമ്മുടെ അധ്യക്ഷൻ ശ്രീ ബാബുചേട്ടൻ നമ്മുടെ പണ്ട് തൊട്ടേ ഇവിടെയുള്ള ആളാണ്. അതായത് നമ്മുടെ പത്തനംതിട്ട ജില്ല രൂപീകൃതമായപ്പോൾ തൊട്ട് ഇവിടെ വന്ന ഒരാളാണ് ബാബുചേട്ടൻ. അതുകൊണ്ട് ബാബുചേട്ടനായിട്ടുള്ള ബന്ധം നമുക്ക് പത്തനംതിട്ടക്കാരുണ്ട്. ആ ബാബുചേട്ടൻ എൻ്റെ പേരിലും പത്തനംതിട്ട ജില്ലയുടെ പേരിലുള്ള സ്വാഗതം ആശംസിക്കുന്നു. അതേപോലെ നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സജീവ് സാർ എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഉടനെ തന്നെ തിരിച്ചു വിളിക്കും. ആ ഒരു സൊല്യൂഷന് കാണുന്നത്, ആ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കാണുന്നത് വരെ നമ്മളെ നിരന്തരം അത് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. ആ സജീവ് സാറിന് പത്തനംതിട്ട ജില്ലയുടെ പേരിലുള്ള സ്വാഗതം ആശംസിച്ചുകൊള്ളു. അതേപോലെ നമ്മുടെ അദ്ദേഹം രാവിലെ തന്നെ വിളിച്ചിട്ടായിരുന്നു. അദ്ദേഹം ഇവിടെ വന്ന് എന്നോട് ചോദിച്ചു സംഘാടകർ എവിടെയെന്ന് ചോദിച്ചു. അവർ 8 മണിയായപ്പോൾ വന്നു. അദ്ദേഹത്തിന് എൻ്റെ പേരിലും പത്തനംതിട്ട ജില്ലയുടെ പേരിലുള്ള സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ അതേപോലെ നമ്മുടെ സംസ്ഥാന രക്ഷാധികാരി സലീം വെച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം വിളിച്ച് ഓരോ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. നമ്മുടെ സംഘടന നല്ല രീതിയിൽ പോകുന്നില്ല എങ്കിൽ പോലും കാര്യങ്ങളിടയ്ക്ക് അന്വേഷിക്കുന്ന ഒരേ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിനും നമ്മുടെ പത്തനംതിട്ട ജില്ലയുടെ പേരിലുള്ള സ്വാഗതം ആശംസിച്ചുകൊണ്ട്. അതേപോലെ നമ്മുടെ രാജേന്ദ്രനാണ് നമ്മുടെ കോർഡിനേറ്ററാണ്. അദ്ദേഹം നേരത്തെ നല്ല രീതിയിൽ സൗഹൃദം ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് നാളായിട്ട് സംസ്ഥാന സെക്രട്ടറി പദവി ഒഴിഞ്ഞ് പിന്നെ ശകലം പുറകോട്ടാണ്. അദ്ദേഹത്തിന് സ്നേഹബന്ധങ്ങളൊക്കെ ബന്ധപ്പെട്ടില്ല. അത് എല്ലാവർക്കും നമസ്കാരം. കോട്ടയം ജില്ലയുടെ കാര്യങ്ങൾ പറഞ്ഞാല് ആദ്യം പറഞ്ഞതിന്റെ ബാക്കിയാണ്. പ്രവർത്തനങ്ങൾ തീരെ ഏറ്റവും കൂടുതൽ ലൈറ്റുള്ളവരില്ല എന്നാലേ ഇതേ പറയുള്ളൂ. അപ്പൊ അതിന് കുഴപ്പമില്ല, റെഡിയാണ്. കാരണം 3 ദിവസത്തോടെ കേൾക്കാം, കുഴപ്പമില്ല. അടുത്തത് സാലി തോമസ് നമ്മുടെ കുടുംബാംഗങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അവരെ മാത്രം നമ്മൾ പരിഗണിച്ചാൽ മതി എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാര്യം കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ചാരിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യമാണ്. എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ ആ സ്പോട്ടിൽ തന്നെ ഏത് ജില്ലയായാലും നമ്മൾ വിളിച്ച് പറഞ്ഞതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യും. അധ്യക്ഷൻ ബാബുചേട്ടൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി, മറ്റ് സംസ്ഥാന ഭാരവാഹിയുടെ കൗൺസിൽ അംഗങ്ങൾ, ചടയമംഗലത്ത് കമ്മിറ്റി പല പ്രാവശ്യം വിളിക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുത്തെങ്കിലും പല കാരണങ്ങളും മാറ്റിവെക്കേണ്ടിയിരുന്നു. എന്തായാലും ഈ വരുന്ന മാസം ഒക്ടോബർ മാസം 30-ാം തീയതിക്ക് മുമ്പ് തന്നെ അവിടെ മണ്ഡല കമ്മിറ്റി എടുത്ത് തെരഞ്ഞെടുപ്പ് നടത്തുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ചാരിറ്റിക്ക് വേണ്ടി ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിന്ന് ഒരു വിഹിതം ചാരിറ്റിക്ക് വേണ്ടി മാറ്റി. അത് കാരണം എന്ന് പറഞ്ഞാൽ നാട്ടിലുണ്ടാകുന്ന വിഷയങ്ങൾ, അതുപോലെ നമ്മുടെ പല സംഘടനകളിലും നമ്മൾ അംഗമാണല്ലോ. അപ്പൊ അതിനൊക്കെ വേണ്ടിയാണ് ഫണ്ട് തരുന്നത്. ഞാനിപ്പോഴും കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കടയിൽ നിന്ന് തന്നെ ഒരു മാസം ഒരു 5000 രൂപയ്ക്ക് പുറത്തുള്ള മറ്റേ സാധനങ്ങൾ വരുന്ന വേസ്റ്റ് ബോർഡ് വെട്ടി അത് എടുത്തുകൊണ്ട് കാശ് വാങ്ങിച്ചാൽ നമുക്ക് ചാരിറ്റി ചെയ്യുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. കാരണം ഈ കമ്പനിക്കാരനൊക്കെ ആക്കിയതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ രാകേഷ് ബാക്കിയുള്ളവരൊക്കെ വരുന്ന പ്രകടിക്കുന്ന സാധനങ്ങളൊക്കെ ചിലതൊക്കെ ഏതായാലും നമ്മുടെ സംഘടന അല്പം മന്ദഗതിയിലാണെങ്കിലും ഇപ്പോഴും അതിന്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. 2025 പത്തനംതിട്ട നമ്മുടെ സംഘടനയുടെ 1ാമത് സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം കോട്ടയം ജില്ലയിലെ പാലാ ചേർപ്പുകിടന്ന സ്ഥലത്ത് വെച്ച് 4/5/2025 നടന്നു. യോഗത്തിൽ 16 പേർ പങ്കെടുത്തു. ഒരാൾ ലീവ് പറഞ്ഞു. മറ്റു 2 പേർ ഒരറിയിപ്പും നൽകാത്തതിനാൽ ആബ്സെന്റായി പരിഗണിച്ചു. ഈ
യോഗ നടപടികൾ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ബാബു എം കെയുടെ അധ്യക്ഷതയിൽ രാവിലെ 10 മണിക്ക് ആരംഭിച്ചു. ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം ആചാര്യ അനുശോചനം ശ്രീ ഫ്രാൻസിസ് മാർപ്പാപ്പ പത്തനംതിട്ട ജില്ലയിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ സ്വാഗതം ആദ്യം പറയും. അതേപോലെ തന്നെ നമ്മുടെ ടൂറിസ്റ്റ് റെന്റൽ അസോസിയേഷൻ ഫോർ ചാരിറ്റി